ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വസന്തേ, ആ പെണ്ണിനെയും ചെക്കനെയും അവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ അച്ഛന്റെയും അമ്മയുടെ കയ്യിലുള്ളത് മുഴുവനും അവരടിച്ചോണ്ട് പോവേ. അതിന് അവരുടെ കയ്യിൽ എന്തോ കൂറപ്പേൻ ഇരിക്കുന്നിടത്ത് കൊടുക്കാൻ. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. അമ്മയുടെ കയ്യിലെ കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലേ? അച്ഛന്റെ ഇൻഷുറൻസ് തുകയും ചിട്ടിയും പാട്ടവും ഒക്കെ ആയിട്ട് മോശമല്ലാത്ത തുക അച്ഛന്റെ കയ്യിലുണ്ട്. സംഗതി നമ്മൾ കീരിയും ബാബുക തന്നെയാ. എന്നാലും ഞാൻ പറയാ, ഞങ്ങളെ പോലെയല്ല നീയെ. നിനക്കേ 2 പെൺമക്കളാ, അത് മറക്കണ്ട. അർഹതപ്പെട്ടവരുടെ കയ്യിൽ അത് കിട്ടാവൂ. വിനുവിനെയും അവന്റെ പെണ്ണിനെയും അവിടെ നിന്ന് പറഞ്ഞു വിടാതെ ഇതൊന്നും നമുക്ക് ആർക്കും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? ഓർത്തോ നീ? ഇതിലെന്തോ മണ്ണ് കടിക്കുന്നുണ്ടല്ലോടാ. എന്നാലും നല്ല മധുരമുണ്ട്. ഓനക്കാരം പറയുമ്പോ നിന്റെ ഒരു ചേച്ചിക്ക് ഏട്ടൻ പറഞ്ഞതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്നാലും നമ്മുടെ വീട്ടിലൊരു മംഗളകാര്യം നടന്നിട്ട് അച്ഛനും അമ്മയോട് പറഞ്ഞില്ലല്ലോ. നിങ്ങളും പറഞ്ഞില്ല. ഞാനിത് എങ്ങനെ സഹിക്കും എന്റെ കൃഷ്ണ? മംഗളകാര്യോ? ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? മംഗളകാര്യം പോലും അവൾക്കൊന്നും മനസ്സിലാവില്ല, നിനക്കൊന്നും മനസ്സിലാവില്ല. കാരണം നിങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാനല്ലേ അവിടെയുള്ളവരെ വന്നു കയറിയവരെയൊക്കെ ചെലവ് കൊടുത്ത് തീറ്റിപ്പോറ്റുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വയസ്സായ അച്ഛനെ അമ്മയെ നോക്കുന്നതും കുടുംബത്തിന്റെ ചെലവുകൾ നോക്കുന്നതും ഒരു മകന്റെ മാത്രം ചുമതലയല്ല. എല്ലാവർക്കും ഉണ്ട് അതിന്റെ ഉത്തരവാദിത്തം. ആ പെണ്ണും ചെക്കനും പോയില്ലെങ്കിലേ എല്ലാത്തിനെയും പിടിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിടും. അല്ലെങ്കിൽ മാസാമാസം ഒരു തുക ഇങ്ങോട്ട് തരേണ്ടി വരും. അച്ഛനെയും അമ്മയും കൊണ്ട് ഒരു പരാതി കൊടുപ്പിച്ചാലുണ്ടല്ലോ, എന്നെ കൊണ്ടേ കടും കൈയൊന്നും ചെയ്യിപ്പിക്കല്ലേ. 2 പേരോടും കൂടിയാ ഈ പറയുന്നത്. ഇതാ വെള്ളത്തിന്റെ ബില്ല്. ഹലോ, ഞാൻ വരാം. ഞാൻ ഒന്ന് പെട്രോൾ അടിച്ചിട്ട് വരാം. ഓക്കെ, നീ ഇത് കഴിച്ചിട്ടേ ഇവിടെ നിൽക്ക്, ഞാൻ തിരിച്ചു വരാം. എന്നിട്ട് ഒരുമിച്ച് പോവാം. ഏയ്, നിന്നോടല്ലടാ പൊട്ടാ, ഞാൻ അവിടെ പറഞ്ഞതാ. ഓ, ഞാൻ വിചാരിച്ചു വേറെന്തോ പറയാൻ വന്നെയാണെന്ന്. നീ ഏതാടി വൃത്തികെട്ടവളെ? മാനത്തെ കൊട്ടാരം